ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ഈ ഭരണസമിതികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രായോഗിക പ്രയാസം കൂടി ഇതിനു മുമ്പിലുണ്ട് എന്ന് ഇവിടെ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും അറിയുന്നതാണ്. അതുകൊണ്ട് ഈ വർഷത്തെ ഒരു പദ്ധതിയുടെ രൂപീകരണത്തിൻ്റെ ഈ വളരെ വേഗത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ചില പോരായ്മകൾ ഇതിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു. ആ ഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുള്ള ഇനിയും ഉണ്ടാവാം. അത്തരം സാധ്യതയിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മുൻഗണന എന്ന് പറയുന്നത് സർക്കാർ നിശ്ചയിച്ചുള്ള മറ്റൊരു മുൻഗണന ഉൽപാദന വർധനമാണ്. കാർഷിക മേഖലയില്, മൃഗസംരക്ഷണ ക്ഷീര വികസന മേഖലകളില്, മത്സ്യ വികസന മേഖലകളില്, അതുപോലെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ ഉൽപാദന വർധനവ് സാധ്യമാകുന്ന തരത്തിലുള്ള പദ്ധതികള് ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ എങ്ങനെ സാധ്യമാക്കാൻ സാധിക്കുമെന്നുള്ളത് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കണം. പദ്ധതികളുടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട ഉദ്ഘാടനം പറഞ്ഞു, പദ്ധതികൾ, സംയുക്ത പദ്ധതികൾ ഏറ്റെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത്. സംയോജിത പദ്ധതികൾ തീരുമാനാക്കുന്നതിൽ ഒട്ടേറെ പ്രവർത്തനമല്ല. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓരോ പ്രദേശത്തെയും സാധ്യമാകുന്ന കൂടി അത്തരം ഹാച്ചറികൾ ഇവിടെ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റ് സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടുകൂടി ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഇനി ഓരോ മേഖലയിലും ഒട്ടേറെ സാധ്യതകൾ ഉള്ളത് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരത്തില് നമ്മുടെ ഓരോ വർക്കിംഗ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന വിഷയാടിസ്ഥാനത്തിൽ പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് കൂടി സർക്കാർ മുന്നോട്ട് കൊണ്ടുവരികയാണ്. ഇതിന്റെയൊക്കെ തന്നെ ഭാഗമായി കാസർഗോഡ് ജില്ലയുടെ വികസനത്തെ സമഗ്രമായി കണ്ടുകൊണ്ട് സർവതലം സ്പർശിയായി എല്ലാ മേഖലകളിലും വികസനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് രൂപം കൊടുത്തിട്ടുണ്ടാകുക എന്നാണ് നാം കരുതുന്നത്. City Gold, Gold and Diamonds, Kerala and Karnataka.